നമുക്ക് അബ്ദുറഹ്മാനാണ് ദുബൈയിൽ നിന്നും. ശ്രീ അബ്ദുറഹ്മാൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. കുറെ ദിവസത്തിന് ശേഷമാണല്ലോ സാറ് വന്നത്. സാറിന് ഇതിനിടെ ഒരു വിവാഹാലോചന വരെ വന്നായിരുന്നു ചാനലിലൂടെ. വിവാഹം തൽക്കാലം എന്തായാലും വിവാഹാലോചന ഏറ്റെടുക്കാൻ നിർവാഹമില്ല. രണ്ടു കുട്ടികളും ഭാര്യയും. സാറ് സംസാരിക്കുന്നത് ശരിയില്ല, സാറ് ആള് ശരിയില്ല എന്ന്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയാണ് കല്യാണം കഴിക്കുന്നില്ല. അയ്യോ, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അത് അവരുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. നമ്മൾ അതിനകത്ത് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്. സാറ് ഈ വായിൽ നിന്ന് പൂക്കൾ വീഴുന്ന മാതിരിയുള്ള സംസാരം ആയി കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ ചിരിയൊക്കെ വന്നു കഴിഞ്ഞാല് ആ ഡെസ്കിന്റെ മുകളിൽ ഒന്ന് കറക്റ്റായിട്ട് കൈവെക്കും സാറേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെസ്ക് വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു പൂവിനെ പോലെ നിൽക്കാതെ. ഇനി കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചടി ഏതാണെന്നറിയോ? ജനങ്ങൾക്ക് ബുദ്ധി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്ക്, കാരണം എന്ന് പറഞ്ഞാൽ ഞാനാണ് ദൈവം, ഈ ദൈവം എന്നെ അയച്ച ഞാനാണ് ദൈവം, ഈ രാജ്യത്തെ ഞാൻ ഇല്ലായ്മ ചെയ്തു തരാം, എനിക്ക് 400 സീറ്റ് തന്നാൽ എന്നൊക്കെ പറഞ്ഞതിന്, അതുപോലെ തന്നെ മഹാന്മാരായ മനുഷ്യരെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ കന്യാകുമാരിയില് അവിടെയുള്ള മഹാന്മാരൊക്കെ അപമാനിച്ച് അവരെ പോലെയാണ് ഞാന് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജനങ്ങളാകെ അവർക്കൊരു ബുദ്ധി വന്നു. ഇതെന്താ ഈ കാണുന്നു? ഞങ്ങളെ രാജ്യം ഞങ്ങൾക്ക് തിരിച്ചു വേണം, ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒറ്റയ്ക്ക് ഇനി കൊടുത്തു കഴിഞ്ഞാൽ രാജ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചും കൊണ്ടാണ്. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സാറേ. ഹലോ, വേഗത്തിൽ പറയണം, നമ്മുടെ സമയം അവസാനിക്കാറായി. ഒരൊറ്റ കാര്യം, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രിസഭ വീഴാൻ സാധ്യതയില്ല. കാരണം മോദി ഭരിച്ചും കൊണ്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലുള്ള ഏറ്റവും ചുരുങ്ങിയ ഒരു 40-50 എംപിമാരെ അവർ വില പേശിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പ്രശ്നം കൂടിയുണ്ട്. വൈപ്പിൽ നിന്ന് നിതിനാണ്. ശ്രീ നിതിൻ, വേഗത്തിൽ പറയാം താങ്കളുടെ അഭിപ്രായം.